ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ LITV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ വിക്രവും അച്ഛനും കൂടി അവിടെ വീട്ടിൽ വന്നു, വേദയെ കാണാനായിട്ടും സംസാരിക്കാനായിട്ടും. അപ്പോൾ വേദയുടെ അച്ഛനോടും അമ്മയോടും അതുപോലെ ദീപ്തിയോടും വന്ന കാര്യങ്ങളെപ്പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. അങ്ങനെ സങ്കടപ്പെട്ട് നമ്മുടെ വേദ റൂമിലും ഇരിക്കണം. അവർ മാഷിനോടാണേലും വിക്രത്തിനോടാണേലും നല്ല സ്നേഹത്തോടെയൊക്കെയാണ് സംസാരിച്ചത്. അപ്പോൾ പത്മത്തിനോട് ചായ ഇടാൻ പറഞ്ഞപ്പോൾ ദീപ്തി ചായ ഇടാമെന്നും പറഞ്ഞകത്തേക്ക് കയറി പോവുകയും ചെയ്തു. അങ്ങനെ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടും ഇങ്ങനെ ഇരിക്കുന്നു. അതുപോലെ തന്നെ മാഷിന് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കണമെന്നുണ്ട്. മാഷാണെങ്കിൽ ആദ്യം ഒരു മുഖവരയൊക്കെ ഇട്ടിരിക്കുക. അപ്പോൾ മാഷ് പറഞ്ഞോളൂ, എന്താണ് പ്രത്യേകിച്ച് പറയാനുള്ളത് എന്ന് നമ്മുടെ വേദയുടെ അച്ഛൻ ചോദിക്കുമ്പോൾ, സാറിന് അറിയാലോ വേദ, എനിക്ക് വേദയോടൊന്ന് സംസാരിക്കണം എന്ന് അദ്ദേഹം പറയാം, അതാണ് പ്രധാനമെന്നും പറഞ്ഞു. അപ്പോൾ വിഷയം എന്താണെന്ന് ചോദിച്ചു. നമ്മൾ തമ്മിൽ അതറിയാത്തതുപോലെ സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് വിക്രത്തിൻ്റെ അച്ഛൻ അന്നേരം മാഷ് ചോദിക്കുക. അപ്പോൾ അവളെ തിരിച്ചു വിളിക്കാനാണോ എന്ന് അദ്ദേഹം ചോദിച്ചു. സത്യം പറഞ്ഞാൽ അത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് മാഷും പറഞ്ഞു. അപ്പോൾ കുട്ടികൾ തമ്മിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അത് വലിയവർ പറഞ്ഞു കൊടുക്കണമെന്നല്ലേ ചോദിച്ചു. അപ്പോൾ പ്രായപൂർത്തിയായി സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ ശേഷിയുണ്ട് എന്ന് തെളിയിച്ച മക്കളെ കുട്ടികളായി കരുതുന്നത് അന്യായമല്ലേ മാഷേ എന്ന് നേരത്തേക്കും വേദയുടെ അച്ഛൻ ചോദിക്കുക. അപ്പോൾ മാഷ് വലിയവരായാലും അല്ലെങ്കിൽ പ്രായപൂർത്തിയായാലും തെറ്റുപറ്റാത്തവരായിട്ട് ഈ ലോകത്ത് ആരും ഇല്ലല്ലോ എന്ന് സുധാകരൻ മാഷ് അന്നേരം പറഞ്ഞു. തെറ്റ് ഏതു പ്രായത്തിലുള്ളവർക്കും സംഭവിക്കാം, അത് തിരുത്തുമ്പോഴല്ലേ അത് ശരിയാകുക എന്നൊക്കെ ഇങ്ങനെ മാഷ് പറയൂ കേട്ടോ. എന്തായാലും വേദയും വിക്രവും തമ്മിലുള്ള ഒരു പ്രശ്നം അത് ഇനിയും ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകരുത് എന്നുള്ളൊരു ആഗ്രഹം ഞങ്ങൾക്കുണ്ടെന്നും അത് വേദയുമായി സംസാരിച്ച് എന്താണ് വേദയുടെ പ്രശ്നം അല്ലെങ്കിൽ ഇവർക്കിടയിലുള്ള പ്രശ്നം എന്ന് അറിയണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് വന്നത് എന്ന് സുധാകരൻ മാഷ് ഇങ്ങനെ ഇവരോട് പറയുന്നു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പം അവൾ വന്നപ്പോൾ തൊട്ടുള്ള ആ ഒരു അവസ്ഥയെപ്പറ്റിയൊക്കെ പത്മ ഇങ്ങനെ അവിടെ ഇരുന്ന നേരം പറയാം. വന്നപ്പോൾ തൊട്ട് ഒരേ ഇരിപ്പാണ് മുറിയിലെന്നും അവരുടെ മനസ്സിൽ എന്തോ വലിയൊരു സങ്കടം ഒളിഞ്ഞിരിപ്പുണ്ടെന്നുള്ള കാര്യവും പത്മ പറയുവാണ്. അത് എന്താണ് എന്നുള്ളത് ഞങ്ങൾ എല്ലാവരും മാറി മാറി ചോദിച്ചിട്ടും അവൾ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ന കാര്യവും പറഞ്ഞു. അപ്പോൾ അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വിക്രത്തിന് ഭയങ്കര സങ്കടം. അപ്പോൾ സുധാകരൻ മാഷും അതുപോലെ വിക്രവും വന്നിരിക്കുന്നത് വേദയെ കൊണ്ടുപോകാനാണെന്നറിഞ്ഞപ്പോൾ കുറച്ചൊരാശ്വാസം പത്മത്തിന്. അപ്പോൾ അങ്ങനെ ഇവർ ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ദീപ്തി ചായയായിട്ട് അങ്ങോട്ടേക്ക് വന്നു. ചായയായിട്ട് വന്ന് ഇവർക്ക് ചായ കൊടുക്കുക. അപ്പോൾ വിക്രവും ചായ മേടിക്കുന്നു. അതുപോലെ തന്നെ അച്ഛനും ചായയൊക്കെ മേടിച്ചു. അതിനുശേഷം വിക്രത്തോട് ഇവരോരോ, അതായത് പത്മ ഇങ്ങനെ ഓരോന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ വിക്രമാണെങ്കിൽ വിഷമിച്ച് തല കുനിച്ച് ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ വേദ പോകുന്നതിൻ്റെ സങ്കടമാണ്. അപ്പോൾ വീട്ടിലെല്ലാവർക്കും വേദ പോകുന്നതിൻ്റെ ആ ഒരു ദുഃഖം ഉണ്ടെന്നുള്ള കാര്യം സുധാകരൻ മാഷ് ഇങ്ങനെ ഇവരോട് പറയുകയും ചെയ്തു. അപ്പോൾ കമലയാണെങ്കിലും മോള് ഞങ്ങളോടൊപ്പം വരുമെന്നുള്ളൊരു പ്രതീക്ഷ, അവൾ ഞങ്ങളുടെ കൂടെ വീട്ടിലേക്ക് എത്തും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അവിടെ ഇരിക്കുന്നതെന്നുള്ള കാര്യമൊക്കെ പറയുവാണ്. അപ്പോൾ ഞങ്ങളായിട്ട് ഒരിക്കലും വേദയോട് പോകരുതെന്നോ അല്ലെങ്കിൽ ഇവിടെ തന്നെ നിൽക്കണമെന്നോ ശാഠ്യം പിടിച്ചിട്ടില്ല എന്നും അവൾ വന്നതിൻ്റെ കാരണം പോലും വ്യക്തമായി അവൾ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ഞങ്ങളത് ചോദിക്കാനും പോയിട്ടില്ല. ചോദിച്ചതിനൊന്നും അവൾ വ്യക്തമായൊരു മറുപടിയും തന്നിട്ടില്ല എന്നെല്ലാം ഇവരും പറയുന്നുണ്ട് വിക്രത്തോടൊക്കെ. അപ്പോൾ വിക്രമാണെങ്കിൽ എനിക്ക് വേദയൊന്ന് കാണണം, സംസാരിക്കണം എന്നുള്ള കാര്യം ഇങ്ങനെ പറയുമ്പം അതിനിപ്പോൾ ഞങ്ങളോട് അനുവാദം ചോദിക്കേണ്ട കാര്യമില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേരം പത്മം പറയാം കേട്ടോ. എന്നിട്ട് വിക്രം പതുക്കെ വേദയെ കാണാനായിട്ട് മുറിയിലേക്ക് കയറി ചെല്ലുവാണ്. അപ്പോൾ വിക്രം പതുക്കെ മുകളിലോട്ട് കയറി ചെന്നപ്പോഴത്തേക്കും വേദ അവിടെ നിന്ന് ഇറങ്ങി വരിക. അപ്പോൾ ഇങ്ങനെ അവർ തമ്മിൽ കണ്ടു. വേദയെ കണ്ടപ്പോഴത്തേക്കും വിക്രം ഇങ്ങനെ വേദയെ കണ്ട ആ ഒരു സന്തോഷത്തിൽ വേദയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അന്നേരം വേദയ്ക്ക് വിക്രത്തെ കണ്ടപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷം. ആ ഒരു സന്തോഷ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് വേദ ഇങ്ങനെ ഇറങ്ങി വരിക. അപ്പോൾ വേദ ഇങ്ങനെ ഇറങ്ങി വന്നു. വേദ ഇറങ്ങി വന്നപ്പം വിക്രം എന്താ ഇവിടെ എന്നിങ്ങനെ ചോദിക്കും. ഞാൻ തന്നെ കാണാനായിട്ട് വന്നതാണെന്ന് പറഞ്ഞു. എന്നെ കാണാൻ എന്തിനാ ഇവിടം വരെ വന്നത്? അതിൻ്റെ ആവശ്യം എന്താ? നമ്മൾ തമ്മിൽ പ്രത്യേകിച്ച് കണ്ടിട്ട് എന്താ കാര്യം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ താൻ എന്തിനാ വീട്ടിൽ നിന്ന് പോകുന്നത്? താൻ എന്താ ഇങ്ങനെയെന്നൊക്കെ ചോദിക്കുക. എങ്ങനെ? ഞാൻ ആരോടും ഒരു ഇതും ചെയ്തില്ലല്ലോ. പറയാനുള്ള കാര്യങ്ങൾ എല്ലാവരോടും പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നതെന്ന് പറഞ്ഞു. താൻ എല്ലാവരോടും പറഞ്ഞു, പക്ഷെ എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് പറയുവാണ്. വിക്രത്തോട് പറയാൻ നമ്മൾ തമ്മിൽ എന്ത് ബന്ധമാണ് ഉള്ളത് എന്നിങ്ങനെ ചോദിക്കുമ്പം താൻ എൻ്റെ ഭാര്യയല്ലേ എന്ന് ചോദിച്ചു. നിർത്തിക്കോളാൻ പറഞ്ഞു വേദ അന്നേരം. നമ്മൾ ജീവിച്ച് ഇത്രയും കാലത്തിനോടിടയ്ക്ക് ഭാര്യയായിട്ടോ ഭർത്താവായിട്ടോ നമ്മൾ ജീവിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ ആ അവകാശവാദങ്ങളുമായിട്ട് വിക്രമൻ എൻ്റെ അടുത്തേക്ക് വരണ്ടെന്നും പറഞ്ഞു. ശരി, സമ്മതിക്കുന്നു, ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല. ഈ ഇലക്ഷൻ കഴിയുന്നതോടുകൂടി
ശ്രീനിവാസൻ സാറുമായിട്ടുള്ള എൻ്റെ എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കുമെന്ന് അച്ഛന് വാക്ക് കൊടുത്തതിന് ശേഷമാണ് ഞാൻ അച്ഛൻ്റെ കൂടെ ഇങ്ങോട്ടേക്ക് പോകുന്നത്. അത് സത്യമായിരിക്കുകയും ചെയ്യും. അത് കേട്ടപ്പോൾ വേദം ഞെട്ടി അന്തം വിട്ടിങ്ങനെ വിക്രത്തെ നോക്കുക കേട്ടോ. അത്രത്തോളം വിക്രം മാറിപ്പോയോ എന്നുള്ളൊരിതിൽ. അപ്പോൾ താൻ ആഗ്രഹിച്ചതുപോലെ ഞാൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇതിൽ നിന്നും രക്ഷപ്പെടും, അല്ലെങ്കിൽ ഒഴിവായി പോരുമെന്ന് തനിക്കും അറിയാം. തനിക്കും ഞാൻ ആ ഉറപ്പ് തന്നിട്ടുള്ളതാണ്. പക്ഷെ അപ്പോഴും താൻ ഇങ്ങോട്ട് പോകുന്നതിൻ്റെ കാരണം അതാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വിക്രം ഓരോന്ന് വേദയോട് വളരെ സൗമ്യമായി വളരെ സ്നേഹത്തോടു കൂടി ഇങ്ങനെ ചോദിക്കുമ്പോഴും വേദ വിക്രത്തോട് ദേഷ്യപ്പെട്ട് തന്നെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. കടിച്ചു കീറാൻ ഭാഗത്തിനാണ് വിക്രത്തോട് സംസാരിക്കുന്നത്. അപ്പോഴെല്ലാം വിക്രം ഇങ്ങനെ പതുക്കെ സംയമനം പാലിച്ചാണ് വേദയോട് സംസാരിക്കുകയും ചെയ്യുന്നത്. ആ സമയത്ത് ഞാൻ മലയ്ക്ക് പോയിട്ട് വന്നതിന് ശേഷം ചില തീരുമാനങ്ങളൊക്കെ താൻ എടുക്കണമെന്ന് അന്ന് പറഞ്ഞിരുന്നു. ആ തീരുമാനങ്ങൾ എന്താണെന്ന് അറിയാനായിട്ടാണ് ഞാൻ വന്നതെന്നിങ്ങനെ ചോദിക്കുമ്പോൾ വേദ പറഞ്ഞു, ഇതാണ് ആ തീരുമാനം. ഈ തീരുമാനത്തിൻ്റെ പുറത്താണ് ഞാൻ ഇറങ്ങി എൻ്റെ വീട്ടിലോട്ട് പോകുന്നത്. എന്തായാലും അച്ഛൻ ആഗ്രഹിച്ചതുപോലെ ഒരു മകനെ കൊടുക്കാൻ കഴിഞ്ഞല്ലോ എന്നുള്ളൊരു ആത്മസംതൃപ്തിയിൽ ഞാൻ വന്നതുപോലെ തന്നെ തിരിച്ചിറങ്ങി. ഞാൻ പണ്ടും നിങ്ങളുടെ വീട്ടിൽ വന്ന സമയത്ത് പറഞ്ഞതാണ്, ഇവിടെ വന്ന ഉദ്ദേശലക്ഷ്യം പൂർത്തിയായി കഴിയുമ്പോൾ ഞാൻ ഇവിടുന്ന് പോകുമെന്ന്. എൻ്റെ ഉദ്ദേശം അത് പൂർത്തിയായി, ഞാൻ തിരിച്ചു പോകുന്നു. അപ്പോൾ വർഷങ്ങളായി എന്നെ തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്ന എൻ്റെ അച്ഛൻ, എനിക്ക് ഒരിക്കലും തിരിച്ച് കിട്ടില്ല എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്ന എൻ്റെ അച്ഛനെ എനിക്ക് തിരിച്ചു തന്നത് താനാണ്. ആ താൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അതിലൊരിക്കലും സത്യം ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും വേദയ്ക്ക് ഭയങ്കര ദേഷ്യം. വേദ എന്നിട്ട് വിക്രത്തെ ഇറക്കി വിടുന്ന രീതിയിൽ ഇങ്ങനെ സംസാരിക്കുക. അപ്പോൾ ചെല്ലാൻ പറഞ്ഞു വേദ വിക്രത്തെ പറഞ്ഞു വിടുമ്പോഴത്തേക്കും വിക്രം ശരിയെന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട്, അതായത് നിറകണ്ണുകളോടെ ചെറിയൊരു പുഞ്ചിരിയോടെ വേദയുടെ മുന്നിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. അപ്പോൾ വേദയാണെങ്കിൽ വിക്രം ഇങ്ങ് പോന്നപ്പോഴത്തേക്കും ഭയങ്കര കരച്ചിൽ, കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീരിങ്ങനെ ഇട്ടിട്ടിങ്ങനെ വീഴുക. അപ്പോൾ താഴെ അവർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. വേദയുടെയും വിക്രത്തിൻ്റെയും കാര്യം, കുട്ടികൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യും, എന്ത് ചെയ്യും, എങ്ങനെ ശരിയാകും എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ തമ്മിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം സങ്കടപ്പെട്ട് വിക്രം അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ വിക്രത്തിൻ്റെ മുഖത്ത് സങ്കടം കണ്ടപ്പോൾ ഇവർക്ക് മനസ്സിലായി വേദ അംഗീകരിച്ചിട്ടില്ല, വേദ വരാൻ കൂട്ടാക്കിയിട്ടില്ല, ഒന്നും സ്നേഹത്തോടെ സംസാരിച്ചിട്ടില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കരഞ്ഞുകൊണ്ടല്ലേ വിക്രം ചെല്ലുന്നത്. അപ്പോൾ മാഷും പത്മ എല്ലാവരും ഇങ്ങനെ വിക്രത്തെ തന്നെ നോക്കും. അപ്പോൾ നമുക്ക് ഇറങ്ങാച്ചാ എന്നിങ്ങനെ വിക്രം പറഞ്ഞു. വേദ എവിടെ മോനെ, വേദ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു. വേദയ്ക്ക് നമ്മളോടൊപ്പം വരാൻ താല്പര്യമില്ലെന്നാണ് പറഞ്ഞതെന്നും വേദ നമ്മളോടൊപ്പം വരില്ല എന്നും പറഞ്ഞു. ഇനി നമ്മളിവിടെ നിന്നിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് പോകാം എന്ന് വിക്രം അച്ഛനോട് പറയുമ്പോൾ അച്ഛൻ ഇങ്ങനെ ഇവരെ നോക്കുക. അപ്പോൾ അവരും പറഞ്ഞു ഇത് തന്നെയാണ് വേദയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇവിടെ വന്നതിന് ശേഷം. ആരോടും ഒന്നും അവൾ വ്യക്തമായി പറയുന്നുമില്ല, ആരോടും ഒന്നും വ്യക്തമായി സംസാരിക്കുന്നതുമില്ല. അവൾ എന്താ ഇങ്ങനെയെന്ന് ഞങ്ങൾക്കറിയില്ല, എന്തോ എന്ന് നമ്മൾ ആരും അറിയാത്ത ഒരു കാര്യം അവളുടെ മനസ്സിലുണ്ട് എന്നും ഇവരും പറയുക. അപ്പോൾ സുധാകരൻ മാഷ് പറഞ്ഞു, അങ്ങനെ പേടിച്ചോടാനോ അല്ലെങ്കിൽ കൈ അഴിച്ചുവിടാനോ പറ്റില്ലല്ലോ, എനിക്ക് വേദയോടൊന്ന് സംസാരിക്കണമെന്ന് സുധാകരൻ മാഷും പറയുവാണ്. അങ്ങനെ സുധാകരൻ മാഷ് ഇത് പറഞ്ഞിട്ട് നേരെ വേദയെ കാണാൻ മുകളിലോട്ട് കയറിപ്പോണു. അപ്പോൾ വേദയാണെങ്കിൽ അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കും. അപ്പോൾ മാഷ് അങ്ങോട്ടേക്ക് കയറി ചെന്നപ്പോൾ വേദ അവിടെ നിൽപ്പുണ്ട്. വേദ അച്ഛനെ കണ്ടപ്പോഴത്തേക്കും കണ്ണുനീരൊക്കെ തുടച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. അച്ഛാ എന്നും പറഞ്ഞിങ്ങനെ വിളിച്ചു. മോളെ, ഞങ്ങൾ നിന്നെ കാണാനായിട്ടാണ് വന്നത് എന്ന് സുധാകരൻ മാഷ് നമ്മുടെ വേദയോട് പറയുമ്പോൾ എന്നോട് വിക്രം അത് പറഞ്ഞിരുന്നു അച്ഛാ, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ വിക്രത്തോട് ഞാൻ പറഞ്ഞിട്ടും ഉണ്ടെന്ന് പറഞ്ഞു. നീ ഈ പറഞ്ഞതൊന്നും സത്യമല്ല എന്ന് മറ്റാരേക്കാളും നന്നായി എനിക്കറിയാം എന്ന് സുധാകരൻ മാഷ് അന്നേരത്തേക്കും വേദയോട് പറയുക കേട്ടോ. നീ എന്തോ ഒരു വലിയ രഹസ്യം ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ് ഈ രീതിയിൽ സംസാരിക്കുന്നതെന്നും എനിക്കറിയാം എന്നും അദ്ദേഹം പറഞ്ഞു. നീ എന്ന് പറയുന്ന ഒരാൾ ഇങ്ങനെയല്ല എന്നും ഈ അച്ഛനറിയാം. പറ മോളെ, എന്തിൻ്റെ പേരിലാണ് നീ ഇതുപോലെ എല്ലാവരുടെയും കണ്ണിൽ പൊടിയിടുന്നത്? എല്ലാവരെയും എന്തിനാ നീ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? നീ എന്തുകൊണ്ടാണ് വീട്ടിലേക്ക് തിരിച്ചു വരാത്തത് എന്നിങ്ങനെ ചോദിച്ചു. നീ ആർക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ നിന്നെ പ്രലോഭിപ്പിച്ചത് അല്ലെങ്കിൽ അതൊരു വ്യക്തിയാണോ, സാഹചര്യമാണോ, എന്താണ് എന്നിങ്ങനെ അച്ഛൻ ചോദിക്കുമ്പോൾ വേദ അച്ഛനോട് സത്യം പറയുക, ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന പലരും നെഞ്ചുപൊട്ടി കരയുന്നത് ഞാൻ കാണേണ്ടി വരുമായിരുന്നു അച്ഛാ. ഇങ്ങനൊരു തീരുമാനം എടുക്കാതിരിക്കാൻ എനിക്ക് സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് എനിക്കിങ്ങനൊരു തീരുമാനം എടുത്തേ പറ്റത്തുള്ളായിരുന്നു, ഞാൻ എടുത്തു. അതിനി എന്താണെന്നോ ഏതാണെന്നോ ഒന്നും അച്ഛൻ എന്നോട് ചോദിക്കരുത് എന്നും വേദ ഇങ്ങനെ സുധാകർ മാഷിനോട് പറയണം. അപ്പോൾ വിക്രം ശ്രീനിവാസൻ്റെ കൂടെ പോകുന്നതല്ല
നിൻ്റെ പ്രശ്നം എന്ന് എനിക്കറിയാമെന്ന് മാഷ് പറയുമ്പോൾ ആ പ്രശ്നം എന്ത് തന്നെയാണെങ്കിലും അത് എന്നിലൂടെ മാത്രം തീർന്നു പോട്ടെ, അത് മറ്റൊരാൾ അറിയണ്ട എന്നും പറഞ്ഞുകൊണ്ട് വേദ ഇങ്ങനെ അച്ഛൻ്റെ മുന്നിൽ കരഞ്ഞു പറയുക. പക്ഷേ നിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ദുഃഖം എന്ത് തന്നെയാണെങ്കിലും അധിക കാലമൊന്നും അത് മൂടി വയ്ക്കാൻ നിനക്കോ അല്ലെങ്കിൽ നിന്നെ ഈ സാഹചര്യത്തിലേക്ക് തള്ളിയിട്ടവർക്കോ സാധിക്കില്ല. അത് ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായിട്ടും മറ നീക്കി പുറത്ത് വരിക തന്നെ ചെയ്യും എന്ന് പറയാം. ഞാൻ മോളോട് പറഞ്ഞത് നീ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഈ സംഭവങ്ങളെല്ലാം നീ ഇപ്പോൾ ഈ ചെയ്തതിൻ്റെ കാര്യകാരണങ്ങൾ അറിയുമ്പോൾ ഞാൻ നിന്നെ തേടി വരുമെന്ന് അങ്ങനെ വരും. ഞാൻ നിന്നെ തിരികെ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ മകൻ്റെ ഭാര്യയായി ഞങ്ങളുടെ മരുമകളായി കൂട്ടിക്കൊണ്ടുപോയിരിക്കും എന്നും അച്ഛൻ വേദയ്ക്ക് വാക്ക് കൊടുക്കുക. അങ്ങനെ അതെല്ലാം പറഞ്ഞ് അച്ഛനും മോളും കൂടി സംസാരിച്ച് അച്ഛനും അവിടുന്ന് പോരുന്നു. അന്നേരത്തേക്കും വേദ റൂമിലേക്ക് ഓടി. റൂമിൽ പോയി ചങ്ക് പൊട്ടി നെഞ്ചത്തടിച്ചിരുന്ന് കരയുന്ന ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും. അപ്പോൾ അങ്ങനെയുള്ളൊരു കഥാമുഹൂർത്തമൊക്കെ ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് വരുന്നത്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയില്ല എന്നുള്ള പ്രതീക്ഷയോടെ, വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി. ടാറ്റാ, സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ.